ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും നല്ല കർമ്മത്തിനുള്ളൊരു ഫലമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു നീതിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു നീതി വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം. അത് എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം അത് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയൊക്കെ മാറ്റി നിങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളിൽ പല ആളുകളും കഠിനമായ സമ്മർദ്ദത്തിൽ ആണെന്നുള്ളതാണ്. വലിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തളർന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയതെന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെ ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ പോയതെങ്കിലും ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എത്ര തളർന്നാണെങ്കിലും നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അമിതമായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കാരണം നിങ്ങൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലാകാം. എല്ലാം ഒറ്റയ്ക്ക് ചുമലിലേറ്റി അത്തരത്തിൽ ഒറ്റയ്ക്ക് ചുമലിലേറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങളെ മാനസികമായും ശാരീരികമായും ഒക്കെ തളർത്തുന്ന തരത്തിലാകാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്കിവിടെ 4 ഓഫ് സോർഡ്സ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സിലും ഒരുപാട് വിഷമങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആള് തിരിച്ചു വരണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം ചിലപ്പോൾ പല ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ആളുകളെ ഒരുപക്ഷെ കാണാനുള്ള സാഹചര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ അവർ വീണ്ടും റീകണക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം കുറേ മെമ്മറീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം.
കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഒരു സമയം പോലും നടന്നിട്ടില്ലായിരിക്കാം. പക്ഷേ അത് അതിൻ്റെ ആ ഒരു മെമ്മറീസ് നിങ്ങളിലേക്ക് വന്നേക്കാം. അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മളൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് ഓർമ്മകളായും അല്ലാതെയും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതുമാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അടുത്ത ആരെയും അടുത്ത ബന്ധുക്കളെയോ മറ്റോ നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാകാം. അപ്പോൾ അത് ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തൊരു വ്യക്തിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു സമയം കണ്ടുമുട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ വേണ്ടാത്ത പഴയ ഓർമ്മകളാവാം. ഒരു കാലത്ത് എപ്പോഴോ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ച് അതിൽ നിന്നും പോകുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുന്നതാവാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി അത് പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക, നമ്മളത് പൂർണ്ണമായും വിട്ടുകളയുക. അപ്പോൾ ഇത് ചിലപ്പോൾ പഴയ ശീലങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശകളാകാം. ഇതൊക്കെ നിങ്ങൾ വിട്ടുകളയുക എന്നാണ് ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് വരുന്നത് നമ്മുടെ ജോലിസ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും എല്ലാം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേദനയൊക്കെ തോന്നും ഈ ഒരു കാര്യം വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ. പക്ഷേ എന്നാലും ഇതെല്ലാം നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, അതായത് ചില ചിന്തകൾ, ഇതൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്ത് ഈ ഒരു ഇവിടെ ഒരു 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ആ ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സൈക്കിൾ എൻഡായി. നിങ്ങൾ വീണുപോയൊരു വ്യക്തിയായിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. ആരോ നിങ്ങളെ അങ്ങനെ അത്തരത്തിൽ മാനസികമായി തകർത്ത് നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടൊരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു ട്രാപ്പിൽ പെട്ടുപോയ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ കുറേ ജീവിതഭാരങ്ങളും കുറേ ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ വീണുപോയൊരു ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ പൂർണ്ണമായും ഇവിടെ എൻഡായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആ കഠിനമായൊരു കാലഘട്ടം അവസാനിച്ച് നിങ്ങളൊന്ന് പുറത്തിറങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്നു എന്നാണ്. ചിലപ്പോൾ അത് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഓവർ സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും മോശമായ ഒരു സാഹചര്യം കഴിഞ്ഞു പോയി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഇതുവരെയും പറ്റാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം ഇവിടെ
അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ സെവൻ ഓഫ് വാൺസിന്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ എല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടി നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ 5 ഓഫ് വാൺസിന്റെ ഒരു എനർജിയും ഉണ്ട്. ഒരുപക്ഷെ പല ആളുകളും നിങ്ങളെ കുറ്റം പറയുകയും നിങ്ങളെ പരിഹസിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകളെ താഴ്ത്തിക്കെട്ടി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളെ പല കാര്യത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മറ്റൊരാൾ നമ്മളോട് മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള ആ ഒരു പവർ അത്രമാത്രം കൂടുതലാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെക്കാളും മുകളിലാകാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അവിടെ നമ്മുടെ പവർ എത്രമാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കുറേ കൈകൾ കാണാം അല്ലേ? അപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങളിൽ ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യത്തെ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊട്ടക്ഷനൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് ഇരിക്കുക. ഇവിടെ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആര് തന്നെ നിങ്ങളോട് മത്സരിക്കാൻ വന്നാൽ പോലും, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ പോലും തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിജയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പുതിയ പ്രോജക്റ്റോ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയം തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതായത് ഇവിടെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കണം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നതാകാം. അതായത് എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവാം. ആ ഒരു സ്ട്രഗിൾ അത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഒരു കാര്യത്തിനെ നമ്മൾ വേറൊരു കാര്യമായി ട്രാൻസ്ഫോം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ആ ഒരു സ്ട്രഗിള് അത് വേറൊരു വലിയ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിലുള്ള സ്ട്രഗിളെല്ലാം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്. എന്നാൽ അങ്ങനെ ഒരിക്കലുമല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാരണം എന്ത് സ്ട്രഗിളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ പോലും അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജമാണ്, ഒരു വഴിയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പൈസയെ പറ്റിയൊക്കെ കൂടുതലായി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ബിസിനസ് ചിലപ്പോൾ തുടങ്ങുന്നതാവാം. അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നതാവാം. അപ്പോൾ ഇതിൽ കുറേയധികം ആളുകളും സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതായും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്.
ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ കുറേ പെൻറ്റക്കിൾസിൻ്റെ പുറത്തിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ കുറേ പൈസയുണ്ട് ഇതിനകത്ത്. പക്ഷേ ആ വ്യക്തി ഇരിക്കുന്ന മുറി, അതിൽ വാതിലുകളും ജനാലകളും എല്ലാം തുറന്നും കിടപ്പുണ്ട്. പക്ഷേ ആ വ്യക്തി അത് കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളത് കാണുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വിജയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങളത് ഉപയോഗിക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്കുള്ള ആ ഒരു വഴി അത് കാണാൻ പറ്റുന്നില്ല, അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ അവിടേക്ക് ശ്രദ്ധിക്കുന്നേയില്ല എന്നുള്ളതാണ്. മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയല്ല, ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. മറിച്ച് നിങ്ങളിലുള്ള കാര്യങ്ങൾ, അത് ഒരുപക്ഷെ പൈസയാകാം, അല്ലെങ്കിൽ ഓർമ്മകളാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളാകാം. ഇതിൽ കൂടുതലും പൈസയാകാം ഒരുപക്ഷെ. അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തേടുന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആവാം, അറിവുകളാവാം, പൈസയാകാം, ഇതൊക്കെ നിങ്ങൾ ഈ സമയം പുറത്തെടുക്കണം എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം തരുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തന്നെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് പൈസ വരുന്നൊരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തൊരു കാര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു പൈസ കിട്ടുന്നത്. നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തിലൂടെ പൈസ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ട് എന്നാണ്. അതും പൈസയുമായി ബന്ധപ്പെട്ട്. അത് ഒരുപക്ഷെ വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം വാങ്ങുന്നതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം. അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് ഈ സമയം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് സന്തോഷിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു വേദനകളൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാം. ഒരു വിവാഹമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു പാർട്ടിയിൽ പങ്കുചേരുവാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. മാത്രമല്ല, നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നൊരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ഇതിൽ ഈ ഒരു സമയം ഫിനാൻഷ്യലി സെക്യൂർഡ് ആണെന്നൊരു തോന്നലൊക്കെ വരും. അതായത് അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള സാഹചര്യങ്ങൾ ഈ സമയം വരുമെന്നുള്ളതാണ്. ഇത് നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ സ്വത്ത് നിങ്ങൾക്ക് വീതിച്ചു കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കോടതിയിൽ കേസൊക്കെ നടന്നുകൊണ്ടിരുന്ന വസ്തുക്കൾ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ട്. നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ
ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയുമുണ്ട്. അതായത് കുറേ നാൾ കഷ്ടപ്പെട്ടു, ഇനിയൊന്ന് പീസ്ഫുള്ളായിട്ടിരിക്കാം, അതുപോലെ നല്ല യാത്രകളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ കുടുംബത്തിന് കൂടുതൽ പ്രയോറിറ്റിയൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അങ്ങനൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്ന് അതെല്ലാം നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസിൽ നിങ്ങൾ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളെയും നിങ്ങളുടെ കൂടെയുള്ള മറ്റംഗങ്ങളെയും ഒക്കെ നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ തന്നെയുള്ളൊരു ഹീലിംഗ് പ്രോപ്പർട്ടി അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം, യാത്രകൾ ചെയ്യുന്നതിലൂടെ ഹീൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ട്രോമകളെല്ലാം ഹീൽ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ മാനിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതിലൊരു സ്നേഹമാണ്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നു. അങ്ങനെ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പൂർത്തിയാക്കാതെ വെച്ചിട്ടുള്ളത്, അത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പകുതി വഴിക്ക് നിർത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർ പൂർത്തീകരിക്കാത്ത കർമ്മങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ഇതിൽ കുറേയധികം ആളുകളും ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇവിടെ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തികൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും ഒരുങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണം എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു സമയം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. കാരണം ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെ നിങ്ങൾ ചുമന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം ജോലികൾ ചെയ്യുന്നൊരു വ്യക്തിയാകാം നിങ്ങൾ. നിങ്ങളുടെ ശരീരം പോലും നോക്കാതെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ക്ഷീണമൊക്കെയുള്ള ആളുകളൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സമയം മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന
എന്തോ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ്സിംഗ് ആയ കാര്യം അത് നിങ്ങൾക്ക് കണ്ടെത്താനും പറ്റൂല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യം, ഒരു സംതിങ് മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ്. എവിടെയോ ഞാൻ പൂർണ്ണതയില്ലാത്ത ഒരു ആളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണിത്. നിങ്ങളൊരു നിരാശയിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരുപക്ഷെ പാസ്റ്റിലെ ഓർമ്മകൾ വന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടാവാം. അപ്പോൾ ഒന്ന് ബോറടിച്ചിരിക്കുന്ന, അതായത് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ട്, ഒരു ഹിഡൻ ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സൈൻ എവിടെയോ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഈ ഒരു സമയം അവഗണിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മളിൽ ഇല്ലാത്തൊരു കാര്യം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാകാം, അത്തരത്തിൽ നമ്മളിൽ ഇല്ലാത്തൊരു കാര്യത്തെ നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നിങ്ങൾ നിർത്തുക. അതായത് നമുക്കുള്ള ചെറിയ സന്തോഷമാണെങ്കിലും ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും അതിന് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ തന്നെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്തൊരു എനർജിയെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നിരാശയാണ് നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല വീടുള്ളതിന്, നല്ല വണ്ടിയുള്ളതിന്, അല്ലെങ്കിൽ നല്ല വസ്ത്രമുള്ളതിന്, ആഹാരത്തിന്, ഇതിനൊക്കെ നമ്മൾ നന്ദി പറയുക. ഇതൊന്നുമില്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാൽ നമ്മളില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നമുക്കുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.